എല്ലാവരും കണ്ണടച്ചല്ലോ. എന്നെ കാണാമോ? കാണുന്നില്ല. ശരി, ഓക്കെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഇന്നത്തെ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ VBSന്റെ 4ാമത്തെ പകൽക്കാലം അവിടുത്തെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ അടുത്ത് വരുന്ന കഴിഞ്ഞ 3 ദിവസങ്ങളിലും അവിടുത്തെ വലിയ സാന്നിധ്യം കൂടി സഹായിച്ചതിനായി സ്തോത്രം. കടന്നു വന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, അവരുടെ മാതാപിതാക്കളെ ഏൽപ്പിക്കുന്നു. അവിടുത്തെ കൃപ എന്നതോടെ സഹായിച്ച് നടത്തിനായി സ്തോത്രം. ഇന്ന് പകൽക്കാലം അവിടുത്തെ സാന്നിധ്യത്തിന് മറവിലായിരിക്കാൻ ഇടയാകണം. പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നന്നായി ഗ്രഹിപ്പാൻ, പഠിക്കുവാൻ പ്രത്യേകമായ കൃപ കുഞ്ഞുങ്ങളുടെ മേൽ പകർന്ന് അനുഗ്രഹിക്കുവാനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിപ്പിക്കുന്ന അധ്യാപകരെ ഏൽപ്പിക്കുന്ന കർത്താവേ, കുടുംബമായി അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിക്കുവാനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുന്ന അവിടുത്തെ ദാസന്മാർക്കായ സ്തോത്രം. എല്ലാവരെയും പകൽക്കാലം അനുഗ്രഹിക്കണം. അവിടുത്തെ സാന്നിധ്യത്തിന്റെ മറവിൽ കടന്നു പോകാനുള്ളവരെ എത്രയും വേഗം കൂട്ടിയിരുത്തുവാനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായ സ്തോത്രം മഹത്വം എടുക്കണം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. തുടർന്ന് നമ്മുടെ VBS ആരംഭിക്കുകയാണ്. ദേവദാസൻ പാസ്റ്റർ ജോൺ ജോസഫ് അവരുടെ തുടർന്നുള്ള മീറ്റിംഗിലേക്ക് ക്ഷണിച്ചുകൊള്ളു. ഓക്കെ കൂട്ടുകാരെ, സുഖമായിരിക്കുന്നോ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്തുവാ? സ്നേഹവിരുന്നല്ലേ? ഓക്കെ, എല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഇല്ലാത്ത വിഷമിക്കണം കേട്ടോ. നമ്മൾ ഒരുമിച്ച് അത് പങ്കിടുന്ന സമയമാണ്. ഇപ്പോഴല്ല, പിന്നീട് ക്ലാസ്സിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ പറയും ആ സമയത്ത് നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. അതിന് ആരും എടുത്ത് കഴിക്കരുത് കേട്ടോ. ഓക്കെ, നമ്മളിന്ന് പ്രാർത്ഥിച്ച് നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ചാടി എഴുന്നേറ്റ് മുദ്രാവാക്യം വിളിച്ച് നമുക്ക് ആരും കളിക്കാതിരിക്കരുത്. നമ്മളെല്ലാം ഒരുമിച്ച് കളിക്കണം. നമ്മുടെ അവസാന ദിവസമാണ് ഇന്ന്. നാളെ സമാധാന പ്രോഗ്രാം ഒക്കെയാണ്. ഇത് ഒറ്റ ദിവസം കൂടി നമുക്ക് അടിച്ചു പൊളിച്ച് നമുക്ക് ഈ പാട്ടുകളെല്ലാം കളിക്കണമുണ്ട്. നമ്മൾ പെട്ടെന്ന് നമ്മൾ കളിച്ചാട്ട് നാളെ നിങ്ങൾ പഠിച്ച പാട്ടുകൾ ഇവിടെ നമ്മൾ സ്റ്റേജിൽ കളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ പാട്ടുകളൊക്കെ കളിക്കണം. Happy, oh, 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 oh,
ഓക്കെ, എൻ്റെ ഒരു സഞ്ചിയുണ്ട്. ഈ സഞ്ചിയാണ് ഈ മോളിൽ മോളെ ഉണ്ടോ നോക്കിയേ, ഉണ്ടോ ഇതിനകത്ത് വല്ല കഴിക്കും
എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഉണ്ടോ നോക്കി, അതിന്റെ നോക്കി ഉണ്ടോ? ഇല്ല. അതിങ്ങനെ പിടിച്ചോളാം. എന്റെ കയ്യിൽ വേറൊരു സഞ്ചിയുണ്ട്. അങ്ങനെ നീങ്ങി. ഓക്കെ, അപ്പൊ ഞാൻ ഇങ്ങോട്ട് നീങ്ങിക്കുകയാണ്. ഓക്കെ, എൻ്റെ കയ്യിൽ ഒരു സഞ്ചിയുണ്ട്. ഇതിനകത്ത് 1, 2, 3 റിബണുകളുണ്ട്. കണ്ടോ? പിന്നെ അത് വല്ലതും ഉണ്ടോ? നോക്കണം. ഓക്കെ, കണ്ടല്ലോ. ഇതൊന്നും ഇല്ലല്ലോ. ഓക്കെ, ഞാൻ റിബൺ ഇതിനകത്തേക്ക് ഇടുകയാണ്. ഓക്കെ, 3 റിബണുകളുണ്ട്. ഓക്കെ, 3 റിബണുകൾ ഞാൻ ഇതിനകത്ത് ഇട്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഞാൻ പലപ്പോഴും പറയുന്ന പോലെ ഇത് വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നീ 3 റിബണുകളാണ്. ഇതെങ്ങനെ നിൽക്കേണ്ടതാണ്? ഒരുമിച്ച് നിൽക്കേണ്ടതാണ് ഈ 3 അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇങ്ങനെ 3ആയിട്ട് കിടക്കേണ്ടതല്ല. ഇത് ഒരുമിച്ച് നിൽക്കുവാനായിട്ട് വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇതൊരിക്കലും 3ആയിട്ട് നിൽക്കേണ്ടതല്ല. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ആ മോളെ അതിൻ്റെ അത് വല്ലതും ഉണ്ടോ നോക്കിക്കേ. ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു ഈ 3 നമ്മൾ ഇതിനകത്ത് വിശ്വാസം, പ്രത്യാശ, സ്നേഹം നമ്മൾ ഇതിനകത്ത് ഇട്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കുക നോക്കാം. ഒരു പക്ഷെങ്കിൽ ഇത് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് എന്ത് സംഭവിച്ചോ നോക്കിക്കേ. ഇതിൻ്റെ അകത്തൊന്നുമില്ല. മോളെ അതിൻ്റെ അകത്ത് നോക്കിക്കേ. വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഒരുമിച്ച് ഒരു ചരടിൽ കണ്ട അവിടെ വന്നിരിക്കുകയാണ്. അപ്പൊ നാം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരുമിച്ച് നിൽക്കാൻ തയ്യാറായാൽ അത് നിമിഷങ്ങളുടെ പരിശുദ്ധാത്മാവ് നമ്മൾ ഒരിക്കലും മാറി നിൽക്കുന്നവനല്ല, നമ്മളെ ചേർന്ന് നിൽക്കുവാനായിട്ട് ഇടയായി തീരുന്നതാണ്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും വരാം. ഓക്കെ, വിളിക്കാം. നമുക്കെല്ലാം എന്താണ്, കൊക്കക്കോള ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടോ? കൊക്കക്കോള ആർക്കും ഇഷ്ടമില്ലാത്തവരുണ്ടോ? ഉണ്ടോ? കൊക്കക്കോള നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിലെ പല പാപപ്രവൃത്തികളും പക്ഷെങ്കിൽ എന്തായി തീരും, നമ്മളെ കൊടുക്കുന്നത് നമ്മൾ ഇല്ലായ്മയാക്കി തീർക്കുവാനായിട്ട് ഇടയായി തീരും അല്ലേ? നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പാപങ്ങളൊക്കെ ഇതുപോലെയാണ് നമ്മയൊക്കെ പലപ്പോഴും ഇല്ലായ്മയാക്കി തീർക്കുന്ന ഒന്നാണ്. എന്ത്? മദ്യവും പോലുള്ളതായ നമ്മളെ ഇല്ലായ്മയാക്കി, പലതും നമ്മളെ ഇല്ലായ്മയാക്കി തീർക്കുവാനായിട്ട് ഇടയായി തീരും. അങ്ങനെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് പലപ്പോഴും നമ്മളെ ഇല്ലായ്മയാക്കി കളയുമ്പോഴും ഇന്നത്തെ യൗവനക്കാരുടെ കാലം നമുക്കറിയാം, പലപ്പോഴും അത് മനുഷ്യനെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നതായ ഒരു കാലമാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ പലപ്പോഴും ചിന്തിക്കും, നമ്മെ കാർന്ന് തിന്നുന്ന പലപ്പോഴും പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ നമ്മെ കാർന്ന് തിന്നുമ്പോൾ നമുക്കൊന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയിലും നമ്മെ കൂട്ടത്തിൽ നിൽക്കുന്ന, നമ്മളെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് നമ്മുടെ യേശുപ്പച്ചൻ മാത്രമാണെന്ന് നാം മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം യേശുപ്പച്ച എന്നെ ഈ ലോകത്തിന്റെ ഒന്നിനും എന്നെ കാർന്ന് തിന്നുവാനായിട്ട് കളയത്തില്ലെന്ന് നാം പറയാൻ തയ്യാറാകുമ്പോൾ എന്ത് സംഭവിക്കാൻ നോക്കാം. യേശുപ്പച്ചന്റെ കൂടെയുള്ളത് കൊണ്ട് ഏത് പ്രതിസന്ധി വരട്ടെ, ഒരു മദ്യത്തിനോ മയക്കുമരുന്നിനോ എന്നെ അടിമയാക്കാൻ
പറ്റില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് ഇടയായി തീരാൻ പോവുകയാണ്. ഓക്കെ, റെഡി, 1 2 3 എന്ന് പറയുമ്പോഴേക്കും ഓക്കെ, നാം മനസ്സിലാക്കേണ്ടത് നമ്മെ പലപ്പോഴും കാർന്നു തിന്നുന്ന ഇതിനെന്തൊടുക്കാൻ പറ്റും, നമ്മെ ആരും ഒന്നും ചെയ്തെടുക്കുവാൻ കഴിയത്തില്ല. അങ്ങനെ ഇന്ന് പകൽക്കാലം നമുക്ക് പറയാം, മദ്യമേ നിനക്ക് എന്നെ ഒന്നും ചെയ്തെടുക്കുവാനായിട്ട് കഴിയത്തില്ലെന്ന് പറയാം. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കാം. റെഡി, 1 2 3 എന്ന് പറയുമ്പോഴേക്കും ആ മദ്യത്തിന് നമ്മെ ഒന്നും ചെയ്യുവാൻ പറ്റിയില്ല. നമ്മെ അത് ജീവിതത്തിന്റെ പുതിയ പന്താവിലേക്ക് എത്തിച്ചേർക്കുവാനായിട്ട് ദൈവകൃപയുള്ളവൻ ഏത് സാഹചര്യത്തിൽ നിലകൊള്ളുന്നു ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാനായിട്ട് ഇടയായി തീരട്ടെ. ഗോഡ് ബ്ലെസ് യു. പലപ്പോഴും പറയാം, നമ്മൾ ചെറിയ കഴിവുകളൊക്കെ നാം പറയാറുണ്ട്. യേശുപ്പച്ച എനിക്ക് വലിയ കഴിവൊന്നുമില്ല, എനിക്ക് വലിയ പ്രാപ്തിയൊന്നുമില്ല എന്ന് പലപ്പോഴും പറഞ്ഞ് നമ്മൾ പലപ്പോഴും മാറി നിൽക്കുന്ന ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറില്ലേ? സാറേ എനിക്ക് പാടാനായിട്ട് അറിയത്തില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, എനിക്കൊന്നും അറിയത്തില്ലെന്ന് നാം പലപ്പോഴും പറയുന്നെങ്കിൽ നമ്മുടെ ചെറിയ കഴിവുകൾ നമ്മൾ കൊടുക്കണം. അറിയാമോ? യേശുപ്പച്ചന്റെ കയ്യിലേക്ക് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. ഓക്കെ, നമ്മുടെ കഴിവുകളെ നാം ദൈവകരത്തിൽ യേശുപ്പച്ച എനിക്ക് വലിയ കഴിവില്ല, എനിക്ക് പഠിക്കാൻ ബുദ്ധിയില്ല, എനിക്ക് ജ്ഞാനമില്ല, എനിക്ക് പാടാനായിട്ട് അറിയത്തില്ല എന്നൊക്കെ നാം പറഞ്ഞ് യേശുപ്പച്ചോട് പറഞ്ഞു കഴിയുമ്പോ എന്ത് സംഭവിക്കും? 1 2 3 എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ചെറിയ ഒരു കഴിവായിരുന്നു, പക്ഷെ എന്താക്കി തീർത്തു? വലിയതാക്കി തീർക്കുവാനായിട്ട് ഇടയായി തീർന്നു. നമ്മുടെ ചെറുതായിക്കൊള്ളട്ടെ യേശുപ്പച്ചന്റെ കരത്തിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തു കഴിയുമ്പോൾ നമ്മെ വലിയതാക്കി തീർക്കാൻ ആർക്കേ കഴിയത്തുള്ളൂ? യേശുപ്പച്ചനെ കഴിയത്തുള്ളൂ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ഓക്കെ, നമുക്കറിയാം ചെടിയൊക്കെ ഇഷ്ടപ്പെടുത്തുള്ള പൂവൊക്കെ ഇഷ്ടപ്പെടുന്നത്. നിങ്ങൾക്ക് എല്ലാ പൂ ഇഷ്ടം അല്ലേ? പക്ഷെ നമുക്കറിയാം ഈ പൂ എപ്പോഴെങ്കിലും വാടിപ്പോകുന്നത് എപ്പോഴാ? വെയിലത്ത് വെള്ളം ഒഴിക്കാൻ വരുമ്പോൾ എന്ത് കൊടുക്കുന്നു? ചെടിയെല്ലാം വാടിപ്പോവാനിട്ടിരുന്നു. കുഞ്ഞുങ്ങളെ നമ്മുടെ അകത്ത് ഇതുപോലെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മൾ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾ എവിടെയും എന്തെടുക്കുന്നു? വാടിപ്പോകുവാനായിട്ട്. പക്ഷേ ദൈവകൃപയുള്ള ഒരു ദൈവപൈതലായി കഴിഞ്ഞാൽ നമ്മൾ VBSന് കടന്നു വന്ന് ദൈവത്തിന് നിൽക്കാൻ തയ്യാറാകുമ്പോൾ ഒരിക്കലും നമ്മൾ വാടിപ്പോകുവാൻ ഇടയെത്തില്ല. യേശുപ്പച്ച എന്നെ ഒരു വാടിയ വ്യക്തിയായിട്ടല്ല, എന്നെ നിവരെ ഒരു വ്യക്തിയായിട്ട് നിർത്താനെന്ന് നീ യേശുപ്പച്ച പറയുന്നത്. 1 2 3 എന്ന് പറയുമ്പോഴേക്കും കണ്ടോ? ദൈവകൃപ നമ്മുടെ അകത്തളത്തിൽ വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ പിന്നെ എന്തെടുക്കാൻ പറ്റത്തില്ല, നമ്മൾ വാടിപ്പോകുവാനായിട്ട് നമ്മൾ ദൈവം ഇടയാക്കി തീർക്കത്തില്ല. പക്ഷെ എവിടെയെങ്കിലും അഭിഷേകത്തിന്റെ ശക്തി നമ്മൾ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ VBS കഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ വീണ്ടും പഴയ പ്രവൃത്തിയിലേക്ക് നാം പോകാൻ തുടങ്ങുമ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് പരിശുദ്ധാത്മാവ് നമ്മെ വിട്ട് മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും എന്തെടുക്കും? വാടിപ്പോവാനായിട്ട്. നമ്മൾ പറഞ്ഞിട്ട് എന്നെ ഒരിക്കലും മാറ്റുവാൻ കഴിയത്തില്ല, എന്നുള്ള ദൈവാത്മ സാന്നിധ്യം എന്നെ നിലനിർത്തതാണെന്ന്. ഇതുവഴി പരിശുദ്ധാത്മാവേ എന്നെ നിലനിർത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരിക്കലും നമ്മൾ എന്തൊടുക്കത്തില്ല, നമ്മളെ ഒരിക്കലും പരിശുദ്ധാത്മാവ് നമ്മെ വിട്ട് മാറിപ്പോകത്തില്ല. പക്ഷേ ഇന്ന് പകൽക്കാലം യേശുപ്പിച്ച എന്നെ ദൈവപൈതലാക്കി തീർക്കണമേ, എന്നെ ഇതുപോലെ ഈ പൂവിന്റെ കൂട്ട് ശോഭയുള്ളതാക്കി ഒന്ന് നിൽക്കുവാനായിട്ട് ഇന്ന് പകൽക്കാലം എന്നെ ഒരുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിൽക്കും. പക്ഷെങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് നമ്മൾ ദൈവകൃപ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നാം വീണ്ടും എന്തെടുക്കും? പഴയതിലേക്ക് ആയിത്തീരും. നമ്മളാരും പഴയതുപോലെ ആയിത്തീരുവാനായിട്ടല്ല. ഇത് പക്ഷെങ്കിൽ ഈ VBS വന്ന് എല്ലാം നല്ല പഠിച്ചു, പക്ഷെങ്കിൽ ജീവിതത്തിൽ ദൈവസ്നേഹം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നാം പഴയതുപോലെ നാം വാടിപ്പോകുവാനായിട്ട് ഇടയായിത്തീരും. ഈ ദിവസങ്ങളിൽ വാടിപ്പോകാൻ ഇടയായി തീരാതെ വിശ്വസോടെ ജീവിക്കുവാൻ ദൈവം നമ്മൾ ഓരോരുത്തരെയും ഇടയാക്കി തീർക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഓക്കെ, നമുക്കറിയാം
പലപ്പോഴും ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു കുരുക്കിനകത്ത് വീണ് കിടക്കുന്നതാണ്. എത്ര കുരുക്കൂരാൻ നോക്കിയാലും ഊരിയെടുക്കുവാൻ പറ്റാത്തൊരു പക്ഷെങ്കിൽ ദൈവകൃപയുള്ളവന് മാത്രം ഈ കുരുക്കിൽ നിന്ന് നിഷ്പ്രയാസം ഊരി വരുവാനായിട്ട് പറ്റും. ദൈവകൃപയില്ലാത്തവന് ഈ കുരുക്കിന്റെ അകത്തു നിന്ന് ഊരിപ്പോരാൻ പറ്റത്തില്ല. ഞാൻ ദൈവവിശ്വാസികളെ ഇതൊന്ന് ഊരിയെടുക്കാനോ നോക്കാമോ? ഓക്കെ, സാറിനെ വിളിക്കുകയാണ്. സാറ് കുരുക്ക് ഊരാൻ പറ്റുമെന്ന് സാർ നോക്കിയാണ്. വലിച്ചൂരാതെ ഊരിയെടുക്കാനായിട്ട് സാർ നോക്കുന്നുണ്ട്. പലപ്പോഴും നമുക്കറിയാം ഇതുപോലെയാണ് പല കുരുക്കിനകത്തും നമ്മൾ ഏവരക്കാർ ചെന്ന് പെട്ടുകഴിഞ്ഞാൽ, പിശാചിന്റെ കുരുക്കിനകത്ത് ചെന്ന് പെട്ടുകഴിഞ്ഞാൽ ഒരിക്കലും അതിൻ്റെ അകത്തുനിന്ന് രക്ഷപ്പെട്ടു പോരാൻ പറ്റാത്ത ഒരു മണ്ഡലത്തിലേക്ക് എത്തപ്പെടുവാനായിട്ടിടയെത്തിയിരുന്നു. ഓക്കെ സാർ ഒന്ന് വരാമോ? ഇങ്ങനെ നമ്മൾ വളരെ ഇങ്ങനെ തിരിക്കാം. ഓക്കെ, സാറ് ഇത് വരികയാണ്. ഈ കുരുക്കിനകത്തു നിന്ന് ഊരിപ്പരുവാൻ പറ്റുമോ എന്ന് സാർ നോക്കാൻ പറ്റും. ഒന്നുകൂടെ കാണിക്കാൻ വേണ്ട. ഇത് കേട്ടോ, നിഷ്പ്രയാസം ഈ കുരുക്കിനകത്ത് നമുക്ക് ഊരി വരുവാനായിട്ട് ഇടയെത്തിരും. പക്ഷെങ്കിൽ ദൈവകൃപ നഷ്ടപ്പെട്ടവന് ഒരു പക്ഷെങ്കിൽ പിശാച് കൊണ്ടിട്ടവന് ഊരി വരുവാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഓക്കെ, സാർ നോക്കുന്നുണ്ട്. ഓക്കെ, വലിച്ചു അല്ല, ഞങ്ങളുടെ ഊരി പെട്ടെന്ന് ഊരി കാണിക്കാം. ഓക്കെ, നാം പലപ്പോഴും ഒത്തിരി ബുദ്ധിമുട്ടുമ്പോൾ പ്രയാസപ്പെടുമ്പോൾ നാം ഒന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മെ അറിയുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധി വേളയിലും നമ്മെ കൈവിടാതെ ചേർത്ത് നിർത്തുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പറയുവാനായിട്ട് ഈ വിഷയമൊന്നും എനിക്കൊരു വിഷയമില്ല, ഞാനില്ലാത്തന്ന് നോക്കി ടീച്ചർമാരെ വിളിക്കാം, എനിക്ക് ഇതിൻ്റെ നിഷ്പ്രയാസം ഊരിപ്പോകാന്നൊക്കെ നമ്മൾ ചിന്തിച്ചിരിക്കാം. പക്ഷെ ടീച്ചറെ ഇങ്ങോട്ട് നോക്കി ഇതുപോലെ ഇങ്ങനെ ഊരി പുറത്തേക്ക് വരുവാനായിട്ടാണ് എത്തിയത്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മളെ തകർത്ത് കളയുവാനായിട്ട് ആർക്കും കഴിയത്തില്ല. ഓക്കെ, പറ്റുന്നുണ്ടോ സാറേ? പറ്റുന്നില്ല. ഇനി ടീച്ചർമാരായിട്ട് ടീച്ചറിനെ അറിയാം, ആ ടീച്ചറോട് കണ്ടാത്ത ടീച്ചറാ പറഞ്ഞത് എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. ഓക്കെ, വലിച്ചു പോരുത്. ഞാൻ കാണിച്ചത് ഒന്നുകൂടെ കാണിച്ചു തരണോ? ഓക്കെ, ഞാൻ ഒന്നുകൂടെ ടീച്ചറിന് വേണ്ടി ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാൻ പോവുകയാണ്. ഓക്കെ, ഇപ്പം നമ്മൾ ചിന്തിക്കും പല കുരുക്കുകളും നമ്മെ ഇല്ലായ്മയാക്കി ചിന്തിക്കുമ്പോൾ ഈ കുരുക്കിനാണ് ഇങ്ങനെ നിഷ്പ്രയാസം ഇങ്ങനെ നമ്മൾ ഊരിയെടുക്കാൻ എത്തണം. ഓക്കെ, ടീച്ചറിന്റെ വീട് കൊടുക്കുകയാണ്. കൺകെട്ടും മായാചാരം ഒന്നുമല്ല, ഞാൻ പറഞ്ഞല്ലോ. വലിച്ചു വരരുത്. അതിനേക്കാൾ ശക്തന്മാർ വന്നിട്ട് വലിച്ചു വരി പറ്റില്ല. വലിച്ചു വരരുത്, ഊരിയെടുക്കുക. ഞാൻ നിഷ്പ്രയാസം ഊരിയെടുത്തല്ലോ. പറ്റുന്നുണ്ടോ? നോക്കുന്നോ? ഇല്ല. വേറെ ആരെങ്കിലും? ഓക്കെ, ടീച്ചർമാരാരെങ്കിലും വോളണ്ടിയേഴ്സ് അത് നോക്കുന്നോ? ഓക്കെ, വേറെ ആരെങ്കിലും? ഓക്കെ, എല്ലാവരും ഇരുന്നാട്ടെ. ഓക്കെ, സൗച്ചാൻ നോക്കുന്നോ? സാവച്ചാൻ. ഓക്കെ, സാവച്ചാന് ഒന്ന് നോക്കാൻ പോവുകയാണ്. ഇതൊന്ന് ഉരുവാൻ പറ്റുമെന്ന് സാവച്ചാൻ നോക്കാൻ പോവുകയാണ്. ഓക്കെ, എനിക്കിങ്ങനെ സാവച്ചാനത്ത് ഒത്തിരി കുരുക്കുകളെ അഴിച്ച വ്യക്തിയാണ്. ചിലപ്പോൾ ഒരു പക്ഷേ സാവച്ചാന് ഊരാൻ പറ്റുമായിരിക്കും. ഓക്കെ, സാവച്ചാൻ നോക്കുന്നുണ്ട്. പുരിയാന്നാണ് പറയുന്നത്. ഓക്കെ, അച്ഛാ പുരിയാന്ന് പറയുന്നുണ്ട്. പക്ഷെ അച്ഛന് പറ്റത്തില്ല എന്ന് പറയാനായിട്ട് തീർന്നു. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ദൈവകൃപയുള്ളവൻ ഏത് കുരുക്കിനകത്ത് ചെന്ന് വീണാലും നാം കൊടുക്കുന്നു അനിഷ്പ്രയാസം നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് ഊരി പുറത്തേക്ക് വരുവാനായിട്ട് തീരും. ഓക്കെ, നോക്കി, ഒരു പിടിവലിയില്ലാതെ നിഷ്പ്രയാസം ഇതിനകത്തേക്ക് നമ്മൾ ഊരുവാനായിട്ട് തീരും. ദൈവകൃപയുള്ളവൻ ഒരിക്കലും കുരുക്കിനകത്ത് ചെന്ന് വീഴുവാനായിട്ട് ഇടയെത്തില്ല. സീരിയസ് അച്ഛന്മാർ നോക്കുന്നോ? സീരിയസ്. ഒരു ചാൻസ്, ഒറ്റ ചാൻസ്, സമയമില്ല. ഒറ്റ ചാൻസ്. ഓക്കെ, സമയമില്ല.
ഓക്കെ, നമ്മുടെ സമയം ഏതാണ്ട് തീർന്നിരിക്കുകയാണ്. ഇത് നമ്മുടെ അവസാന ദിവസമാണ്. ഗെയിം കളിപ്പിക്കണം. ഗെയിം വേണം. ലേറ്റ് ആയാൽ ഞാൻ ഉത്തരവാദിയല്ല. അവിടെയുള്ള ഡോക്ടർമാർ പറഞ്ഞു, ഞായറാഴ്ചയാണ്, ഡോക്ടർമാർ വന്നിട്ട് പറഞ്ഞു ഇത് സ്ട്രോക്കിന്റെ ആരംഭമാണ്, എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ മറ്റെവിടെയും കൊണ്ടുപോയാൽ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തത്. പക്ഷേ അവിടുത്തെ ഫിസിഷ്യൻ വന്നപ്പോഴേക്കും എനിക്ക് രണ്ടാമത്തെ സ്ട്രോക്ക് വരുവാനായിട്ട് ഇടയായി തീർന്നു. എന്നെ അവിടുത്തെ ICU ആംബുലൻസിനെ പരിമലയിലേക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇടയായി തീർന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇവിടുന്ന് ഞാൻ ആംബുലൻസിൽ പോകുമ്പോൾ ഞാൻ മരണത്തോട് മല്ലടിക്കുന്ന ഒരു സമയമാണ്. എന്നോട് ദിവസമൊന്നും അനയ്ക്കാൻ കഴിയത്തില്ല. എൻ്റെ നാക്ക് വെളിയിലേക്ക് ഒന്ന് പല്ല് കോർത്ത് എൻ്റെ നാക്ക് മുറിഞ്ഞ് തൂങ്ങുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ വണ്ടിയിൽ കിടന്ന് വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി. അവർ പറഞ്ഞു ഇത് അവസാന സ്റ്റേജാണ്, അങ്ങ് വരെ എത്തുമെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിച്ചു. കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണേ. പക്ഷേ ഞാൻ പറയട്ടെ, എന്റെ യേശു അപ്പച്ചൻ ജീവിക്കുന്നത് കൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ ജീവിക്കുവാനായിട്ട് ഇടയെത്തിയത്. എന്നെ നോക്കിയ ഡോക്ടർ ശ്രീകുമാർ ഡോക്ടറായിരുന്നു, പരിമലയിലെ ഡോക്ടർ. അദ്ദേഹം അവസാനം പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളൊരു എന്നെ കണ്ടാൽ ഒരു സ്ട്രോക്ക് വന്ന ആളാന്ന് പോലും പറയത്തില്ല. ഞാൻ പറയട്ടെ, സ്വർഗത്തിലെ ദൈവം എന്നെ സൗഖ്യമാക്കിയത് അത്രമാത്രം എന്നെ സൗഖ്യമാക്കി തീർത്ത ദൈവമാണ്. ഞാൻ പറയട്ടെ, അടുത്തൊരു കാര്യം പറയട്ടെ, ഒരു 7 വർഷമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ട്, 4 പേർ മുമ്പിൽ നിൽക്കാൻ വയ്യാത്ത ഒരു സമയമായിരുന്നില്ല. പക്ഷെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് തീർന്നു. കർത്താവേ, അത് ഞാൻ ഒരു ദൈവദാസനാണ്. ഞാൻ ഒത്തിരി അനുഭവങ്ങൾ ഇടയ്ക്ക് പറഞ്ഞ് ചുരുക്കത്തിൽ പറഞ്ഞു നിർത്തുക. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല. എന്റെ രോഗത്തിന് സൗഖ്യം വരാതെ ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ, പക്ഷെങ്കിൽ ഞാൻ ഗുളിക നിർത്തി. ഇന്ന് 7 വർഷക്കാലമായിട്ട് ഇതിന്റെ ഒരു ഗുളിക കഴിക്കുവാൻ ഇടയാക്കി തീർക്കാതെ സ്വർഗത്തിലെ ദൈവം എന്നെ ബലത്തോടെ നടത്തുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ പറയട്ടെ, ന്യൂറോയുടെ അസുഖം വന്നാൽ, സ്ട്രോക്ക് വന്നാൽ ഡോക്ടർമാർ പറയുന്നത് ലൈഫ് ലോങ് ഗുളിക കഴിക്കുന്നത്, ജീവിതകാലം എന്ന് വരെയുണ്ടോ അന്ന് വരെ കഴിക്കണമെന്നാണ് പറയുന്നത്. അതിനുശേഷം ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കുന്നതായ മധുസൂദൻ ഡോക്ടർ ട്രീറ്റ്മെന്റിലായിരുന്നു. സീനിയർ ന്യൂറോ സർജൻ ആയിരിക്കുന്ന മധുസൂദൻ ഡോക്ടർ ട്രീറ്റ്മെന്റിലായിരുന്നു. അവിടെ ചെന്നപ്പോൾ എന്റെ അച്ഛനാണ് വിളിക്കുന്നത്. അച്ഛന് തീരുമാനമൊക്കെ നല്ലതാണ്. അച്ഛൻ ഗുളിക നിർത്താൻ ഞാൻ പറയത്തില്ല. വിശ്വാസമൊക്കെ ഒരു സൈഡിൽ കിടക്കും നമ്മുടെ ശരീരത്തിൽ. ഞാൻ പറഞ്ഞു, ആ ഡോക്ടറെ, ഞാൻ വിളിക്കുന്ന ദൈവമുണ്ട്, അവരെന്നെ സൗഖ്യമാക്കാൻ കഴിയുമെന്ന് ഞാനിത് വിശ്വസിക്കുന്നത് പറഞ്ഞു. അദ്ദേഹം അടുത്ത വാക്ക് ഞാൻ പറയത്തില്ല, നിർത്താൻ പറയുന്നത്. പക്ഷേ ഒറ്റയടിക്ക് ഗുളിക നിർത്തരുത്, ഗ്രാജുവലായിട്ട് ഗുളിക നിർത്താവൂ. 2 നേരം ഗുളികയുള്ളത് ഒരു നേരമാക്കുക, ഒരു നേരമുള്ളത് പകുതിയാക്കുക, അങ്ങനെ നിർത്താൻ പറഞ്ഞു. ഞാൻ പറയട്ടെ, അങ്ങനെ ഞാൻ നിർത്തി. ഇന്നവർ ദൈവത്തിന് കൃപയാൽ എനിക്കൊരു അസുഖമില്ലാതെ സ്വർഗത്തിലെ ദൈവം നടത്തുവാനായിട്ട് തീർന്നു. അനേകം ആളുകൾ ഓടുവാൻ ദൈവനെ ബലപ്പെടുത്തി. BBS പഠിപ്പിക്കുവാൻ ഗൾഫ് നാടുകളിലേക്ക് സ്വർഗത്തിലെ ദൈവനെ പറഞ്ഞയക്കുവാനായിട്ട് തീർന്നു. എനിക്ക് 2 കുഞ്ഞുങ്ങളെ ഉള്ളായിരുന്നു. ഒരു കുഞ്ഞിനെ കൂടെ സ്വർഗത്തിലെ ദൈവം നൽകി തരുവാനായിട്ട് തീർന്നു. ഞാൻ പറഞ്ഞിരിക്കാൻ ദൈവത്തിന് അസാധ്യമായത് നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല. നോർത്തിന്റെ മണ്ണിൽ ഞങ്ങൾ ഒത്തിരി പട്ടിണി ഉണ്ടെന്ന് ഞാൻ അനുഭവിച്ചിട്ടുള്ള വ്യക്തിയല്ല. എന്റെ കുടുംബത്തിന്റെ അപ്പനും അമ്മയും ഞാൻ 6 പേരാണ്. 4 സഹോദരിമാരും 2 സഹോദരിമാർ, അങ്ങനെ 6 പേരാണ്. എന്റെ മൂത്ത ജ്യേഷ്ഠൻ ഉണ്ട്. എന്റെ പിതാവ് നിങ്ങളുടെ പുനലൂർ ചെങ്ങന്നൂർ ബസ്സിലെ PMS എന്ന് പറഞ്ഞ ബസ്സിലെ ഡ്രൈവറായിരുന്നു എന്റെ പിതാവ്. ഒത്തിരി പ്രായമുണ്ട്. എനിക്കൊന്ന് ഒരു 100 വയസ്സോളം പ്രായമുണ്ടായിരിക്കാം. എന്റെ പിതാവ് മരിച്ചു പോയിട്ട് 10 വർഷത്തോളമായി. ഞാൻ പറഞ്ഞൊരു കാര്യം, അങ്ങനെ പുനലൂർ ചെങ്ങന്നൂർ ബസ്സിലൊക്കെ പുള്ളി ഡ്രൈവറായിട്ട് പുള്ളി എന്റെ പിതാവ് എക്സ്-സർവീസ്മാനായിരുന്നു. എന്റെ ചേട്ടൻ എക്സ്-സർവീസ്മാനാണ്. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും പട്ടണത്തിലൊക്കെയാണ്. എന്റെ മൂത്ത പെങ്ങളുടെ മോൻ എന്നെക്കാൾ മൂത്തതാ. അമ്മാച്ചൻ ഇളയതും അനന്തരൻ മൂത്തതുമാ. എന്റെ ഇളയന്മാരെല്ലാം ഗൾഫ് രാജ്യങ്ങളിലാണ്. എന്റെ പെങ്ങളുടെ മോനും കുടുംബമായിട്ട് ഗൾഫിലാണ്. അത് പട്ടിണിയൊന്നും അറിഞ്ഞിട്ടില്ല. ഞങ്ങളുടെ വലിയൊരു കർഷക കുടുംബമായിരുന്നു. ഇതിനേക്കാൾ വലിയ എഴുത്തിലാണ് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നത്. 16 കാള എന്ന് പറഞ്ഞാൽ 32 കാളകളെ നിർത്തി കൃഷി ചെയ്യുന്ന വലിയൊരു കുടുംബത്തിലെ വ്യക്തിയാണ്. ഞങ്ങളുടെ ഒരു വീടിന് ഇപ്പോഴും വലിയ റൂം അറയായിട്ട് ഇപ്പോഴും നിർത്തിയിട്ടുണ്ട്. ഒരു 10 ഇടാൻ സ്ഥലമില്ലാത്ത വെളിയിലിട്ടേക്കുക. 4 മുഴുവൻ 10 വെളിയിലിട്ടിരിക്കുക. ഞാൻ പറഞ്ഞ അത്രമാത്രം ഇതിനകത്ത് ജീവിച്ച് എനിക്ക് പട്ടിണി എന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷെ നോർത്തിനെ കടന്നുപോയി ദൈവത്തിനോട് സുവിശേഷം ചെയ്തപ്പോൾ പട്ടിണി കിടക്കുവാനായിട്ട് തീർന്നു. എല്ലാം കഴിഞ്ഞ് കുടുംബമായി അവിടെ ചെന്നു. എന്റെ ഭാര്യ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് വേണ്ട, എന്റെ ഭാര്യയ്ക്ക് ഒരു നേരത്തെ ആഹാരം കിട്ടണമെന്നത് ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരാഴ്ചയിൽ ഒരു നേരമെങ്കിലും കർത്താവേ, ആ പട്ടിണി ഒന്ന് മാറ്റുവാനായിട്ട് എന്തേലും തരണമെന്നുള്ളത്
സംസാരിക്കാൻ കഴിയത്തില്ല. കഴിഞ്ഞ വർഷം അച്ഛാ ഞാൻ VBS ഞങ്ങളുടെ വാളക്കുഴി പ്രദേശത്ത് ഒരു ചെറിയ VBS നടത്തി. 100 പേര് താഴെ ആൾക്കാരുള്ളതെന്ന് പറഞ്ഞതാണ്. പക്ഷെ 350ഓളം കുഞ്ഞുങ്ങൾ അവിടെ കടന്നു വരുവാനായിട്ട് വന്നു. അടുത്ത ഒരു ബ്രദറുകാരൻ അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ നിങ്ങൾ ഇത്രമാത്രം പ്രവർത്തനം നൽകി തന്നതുകൊണ്ട് ഒരു കാർ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതായിട്ട്. ഒന്നുമില്ല, ഞാൻ പറഞ്ഞല്ലോ എന്റെ വീട്ടിൽ നിന്ന് ഒത്തിരി അനുഭവങ്ങളുണ്ട്. എന്റെ വീട്ടിൽ വന്ന് ഞാൻ ജ്യേഷ്ഠന്റെ ചേർച്ചിൽ ഇന്ന് വിശ്വാസത്തില്ല, ഓർത്തഡോക്സുകാരാണ്. അദ്ദേഹത്തിന്റെ വണ്ടി, അദ്ദേഹം ഗൾഫിലാണ് എക്സർവീസ്മാൻ കഴിഞ്ഞ പുള്ളി പട്ടാളത്തിലെ കഴിഞ്ഞ് ഖത്തറിലായിരുന്നു. എന്റെ പിതാവും 28 വർഷം ഖത്തറിലായിരുന്നു. ആ കമ്പനിയിൽ തന്നെ ജ്യേഷ്ഠൻ ജോലി കൊടുക്കുവാനായിട്ട് ഇരിക്കുന്നു. അവിടെ ആയിരിക്കും ജ്യേഷ്ഠന്റെ സ്കൂട്ടർ എടുത്തപ്പോൾ എന്നോട് പറഞ്ഞു, ഇത് പാസ്റ്റർമാർ കൊണ്ടുകൊടുക്കേണ്ട വണ്ടിയല്ല, ഇവിടെ കൊണ്ടുവെക്കുവാൻ എന്റെ ജ്യേഷ്ഠനോട് പറയുവാനായിട്ട് എന്റെ ജ്യേഷ്ഠത്തെ എന്നോട് പറയുവാനായിട്ട് എത്തുന്നു. 2 വർഷമായിട്ട് പെരക്കകത്തുള്ള സ്കൂട്ടർ ഞാൻ എന്നെടുത്ത് എന്റെ ഭാര്യ വീട്ടിലേക്ക് കൊണ്ടുപോയി പറഞ്ഞു, പാസ്റ്റർമാർക്ക് കൊണ്ടുകൊടുക്കേണ്ട വണ്ടിയല്ല ഇവിടെ കൊണ്ടുവെക്കാൻ പറഞ്ഞു. ഞാൻ പറയട്ടെ, ഇന്ന് എനിക്ക് ഒരു 3 ബൈക്കോളം ഉണ്ട് കേട്ടോ. ഒരു എൻഫീൽഡ് ഉണ്ട്, ഒരു ഷൈൻ ഉണ്ട്, ഒരു എക്സസ് വണ്ടിയുണ്ട്, കാർ 2 എണ്ണം ഉണ്ട്. എന്നെ നിന്നിച്ച മുമ്പിൽ ഉണ്ടെന്ന് പറയല്ല. സ്വർഗത്തിലെ ദൈവം നിന്നെ എവിടെ മാനിച്ചോ, നമ്മൾ പാട്ട് പാടിയില്ലേ, ആരെല്ലാം നിന്ദിച്ചാലും ആരെല്ലാം തള്ളിയാലും കുഞ്ഞുങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി കടന്നു വരാം, എല്ലാവരും തള്ളിക്കളയാം. യേശുവിനോട് കൂടെ ഉണ്ടെങ്കിൽ നീ അവിടെ തളർന്നു പോകത്തില്ല. അതിന് തള്ളപ്പെടൽ കടന്നു വരാം, ബുദ്ധിമുട്ട് കടന്നു വരാം, വേദന കടന്നു വരാം. അവിടെ കൈവിടാത്ത ഒരു ദൈവം നിന്നോട് കൂടെയുണ്ട്. ഇത് മകൾ കാർപ്പറേഷനോ ഒരു നിമിഷം കൂടെ ഞാൻ നിങ്ങളിലേക്ക് ഒന്ന് ചോദിക്കുകയാണ്. പ്രേക്ഷനോ ഈ കഴിഞ്ഞ 4 ദിവസക്കാലം നമ്മൾ ജനസന്നിധാനത്തിലായിരുന്നല്ലോ. ഇത് മകൾക്ക് യേശുവേ എനിക്ക് നിന്നെ ആവശ്യമുള്ളവർ എത്ര പേർക്ക് പറയുവാനായിട്ടിടയെത്തിയോ. അടുത്തൊരു വർഷം ഒരു പക്ഷെങ്കിൽ നമുക്ക് ഉണ്ടെന്ന് നമുക്ക് പറയുവാൻ പറ്റത്തില്ല, അടുത്ത നിമിഷം നമുക്കുണ്ടെന്ന് പറയുവാൻ പറ്റത്തില്ല. എന്റെ ജീവിതത്തിൽ ഒരനുഭവം കൂടെ ഞാൻ പറയട്ടെ. ചില വർഷങ്ങൾക്ക് മുമ്പ് 10-12 വർഷങ്ങൾക്ക് മുമ്പ് ഹൈറേഞ്ചിന്റെ പ്രദേശത്ത് VBS നടത്താനായി പോയി. അത് ഭയങ്കര സന്തോഷകരമായ VBS. അതിന്റെ 3ാമത്തെ ദിവസം എല്ലാ ദിവസവും ജീപ്പേലാണ് അവിടെ ആൾക്കാരെ കൊണ്ടുവരുന്നത്. ഒരു മോൻ എല്ലാ ദിവസവും വന്നിട്ട് എന്റെ തോളത്തോട് ചേർന്ന്, സാറേ എന്നെ കൂടെ മാജിക്കൊന്ന് പഠിപ്പിക്കണമെന്ന് പറയും. ഞാൻ പറയും ഓക്കെ മോനെ ഞാൻ പഠിപ്പിക്കാമെന്ന് പറയും. എല്ലാ ദിവസവും പറയും. അന്ന് എനിക്ക് ആ പുറക്കുളം എന്ന പോലെ ഒരു ഉമ്മയൊക്കെ തന്നിട്ട് ഒരു പ്രൈസ് തന്നിട്ട് പറഞ്ഞു, സാറേ നാളെ കാണാമെന്ന് പറഞ്ഞ് എന്നെ ടാറ്റ തന്ന് വിടുവാനായിട്ട് എത്തുന്നു. ഞാൻ വിട്ടു സന്തോഷത്തോടെ പോയി. പക്ഷേ ചില നിമിഷം കഴിഞ്ഞപ്പോ എനിക്കൊരു ഫോൺ കോൾ വന്നു, സാറേ എത്രയും പെട്ടെന്ന് സാറ് ഇന്ന ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വരണമെന്ന് പറഞ്ഞു. എന്താണെന്ന് എനിക്കറിയത്തില്ല. നമുക്കറിയാം ഹൈറേഞ്ചിനൊക്കെ വണ്ടിയുടെ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ വളരെ ബന്ധപ്പെട്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് കടന്നു ചെന്നു. അവിടെ ചെന്നപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് വളരെ വേദനാജനകമായ ഒരു സംഭവമാണ്. എനിക്ക് ഉമ്മയിൽ നിന്ന് ടാറ്റായി തന്ന വിട്ട ആ കുഞ്ഞ് വീട്ടിലേക്ക് ഓടി VBSന്റെ അന്നത്തെ തീം സോങ് ഒക്കെ പാടി ഡാൻസ് കളിച്ച് ചാടിത്തുള്ളി വീട്ടിൽ ചെന്നപ്പോൾ വീടിന്റെ മുറ്റത്ത് ഒരു മെത്ത ചൂടാകാനായിട്ട് വെളിയിലിട്ടിട്ടുണ്ടായിരുന്നു. ഈ കുഞ്ഞുങ്ങളൊക്കെ വെളി മെത്ത കിടക്കുന്ന കണ്ടാൽ ഇവര് സാധാ കുഞ്ഞുങ്ങൾ ചെയ്തത് ഇവരും ആ മെത്തയുടെ മണ്ടയ്ക്ക് കുറച്ച് ചാടുവാനായിട്ട് എത്തും. ഓടിച്ചെന്ന് ആ മെത്തയിൽ കിടന്ന് ചാടുവാനായിട്ട് എത്തും. പക്ഷെങ്കിൽ അതിന്റെ അടിയിൽ തണുപ്പ് തേടി വന്നിരുന്നതായ ഒരു പാമ്പ് അതിനടിയിലുണ്ടായിരുന്നു. ഈ കുഞ്ഞറിഞ്ഞില്ല. ഒരു പക്ഷെങ്കിൽ അത് ചാടി അത് വെളിയിലേക്ക് വന്ന് ആ ചവിട്ടിയത് ഈ പാമ്പിന്റെ മേളിലായിരുന്നു. ഈ കുഞ്ഞിനെ പെട്ടെന്ന് വിഷം തീണ്ടുവാനായിട്ടിടയിൽ തീർന്നു. ഇവരെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ പറഞ്ഞു, എനിക്ക് VBS പഠിപ്പിച്ച് സാറിന് കാണണം. ആ ബോധപോക്കിലും അവൻ പറഞ്ഞത് എനിക്ക് സാറിന് കണ്ടത്. അതിനാണ് ഞാൻ ഓടിച്ചത്. ഞാൻ ഓടിച്ചപ്പോഴേക്ക് കണ്ടത് ഒരു സ്ട്രക്ചർ, ഒരു വെള്ള ഷീറ്റ് മൂടിക്കിടക്കുന്ന ഒരു ചലനമറ്റ ഒരു ശരീരമാണ് എനിക്ക് കാണുവാൻ കഴിഞ്ഞത്. എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, സാറ് വന്നത് വൈകിപ്പോയി. സാറിനെ വിളിച്ച ആള് പ്രിയവചനത്തിൽ കടന്നുപോയി. ഇതാണ് ആ വ്യക്തി എന്ന് പറഞ്ഞു. ഞാൻ ആരെന്നറിയാതെ ഞാൻ ചെന്ന ആ വെള്ള ഷീറ്റ് പൊക്കി നോക്കിയപ്പോ എനിക്ക് പോയി തന്ന് ടാറ്റായി പറഞ്ഞ് നാളെ കാണാമെന്ന് പറഞ്ഞ് വിട്ട ആ പൈതലാണ് കിടക്കുന്നുണ്ടപ്പോൾ ഞാൻ നിന്ന സ്ഥലത്തുനിന്ന് ഞാൻ അറിയാതെ ഞാൻ താഴേക്ക് ഇരുന്നു പോയി. കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വേർപാടായി നമ്മൾ കണ്ടത്. ഞാൻ പറഞ്ഞു, കുഞ്ഞുങ്ങളെ അടുത്ത വർഷം സാർ പറഞ്ഞ 10 ദിവസം VBS ഒക്കെ നടക്കാമെന്ന്. ഒരു പക്ഷെ അടുത്ത വർഷം നമ്മൾ എത്ര പേര് കാണുമെന്ന് നമുക്ക് അറിയത്തില്ല. അടുത്ത വർഷം ഞാൻ കാണുമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. നമ്മളാരും ഒരു പക്ഷേ കാണുമെന്ന് നമുക്കാർക്കും പറയാൻ പറ്റത്തില്ല. എന്റെ വേദന മറ്റൊന്നുമല്ലായിരുന്നു. ആ കുഞ്ഞിനിടയ്ക്ക് യേശു ക്രിസ്തു നിന്നെ സ്നേഹിക്കുന്ന രക്ഷകനാണ് എന്ന് പറയുവാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇന്ന് എന്റെ ഹൃദയത്തിനകത്ത് വലിയ ഭാരമുണ്ട്. ആ കുഞ്ഞിനോട്
യേശു രക്ഷകനാണെന്ന് പറയുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ടീച്ചർമാർ സാർമാരെല്ലാം ഞാൻ അതാണ് ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞത്. നിങ്ങളുടെ കൈ കിട്ടുന്ന കുഞ്ഞുങ്ങളോട് യേശു രക്ഷകനാണെന്ന് പറഞ്ഞു കൊടുക്കണം. ഒരുപക്ഷെ ചർച്ചിൽ പാസ്റ്റർമാരെന്ന് പറഞ്ഞു കൊടുക്കത്തില്ലായിരിക്കാം. ഈ 4 ദിവസം 5 ദിവസം കിട്ടുന്ന കുഞ്ഞുങ്ങളോട് നമ്മൾക്കാണ് സാവകാശം നൽകി തരുമെങ്കിൽ നമ്മുടെ കൈ കിട്ടുന്ന കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ നാം സ്വർഗത്തിൽ കണക്ക് ഒതുക്കേണ്ടി വരും. ഇന്ന് പകൽക്കാലം കുഞ്ഞുങ്ങളെ ആ യേശുവിനെ ഇന്ന് പകൽക്കാലം നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ കരുതുന്ന, നമ്മെ നമ്മെ പോലെ തന്നെ നമ്മെ സ്നേഹിക്കുന്ന ഓ യേശുവിനെ ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ആവശ്യമുണ്ട്? നിങ്ങളുടെ കാര്യങ്ങൾ ഉയർത്താമോ? ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. ഞങ്ങൾ കൂടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് പകൽക്കാലം നീ രോഗിയാണോ? പ്രേസലോ നീ ഭാരപ്പെടുന്ന യേശുവിനെ നിന്നെ സൗഖ്യമാക്കാൻ കഴിയും. നിന്റെ പപ്പായോ നിന്റെ മമ്മിയോ നിന്റെ അപ്പച്ചനോ അമ്മച്ചിയോ ഒക്കെ രോഗിയായിട്ടുണ്ടോ? ഇന്ന് പകൽക്കാലം നീ ഭാരപ്പെടുന്ന യേശു നിന്നെ സ്നേഹിക്കുന്നു. യേശു നിനക്ക് സൗഖ്യം നൽകി തരും. ഇന്ന് പകൽക്കാലം പ്രേസലോ ഹല്ലേലൂയ, നിങ്ങളുടെ യേശുവിനെ എനിക്ക് ആവശ്യമാണ്. എന്റെ ഭവനത്തിലേക്ക് ആ യേശുവിനെ ഇന്ന് പകൽക്കാലം എനിക്ക് കൊണ്ടുപോകണം. ഞാൻ ദൈവവൈദ്യരായി ജീവിക്കുമെന്ന് ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് പറയാൻ കഴിയും? യേശുവിനെ സ്വന്തം രക്ഷകനായി, യേശുവിനെ പ്രേസലോ എന്റെ കർത്താവും എന്റെ രക്ഷകനുമായി ഇന്ന് പകൽക്കാലം എത്ര പേർ സ്വന്തമായി ഏറ്റെടുക്കുവാൻ എത്ര പേർ തയ്യാറുണ്ട്? നിങ്ങളുടെ കാര്യങ്ങളൊന്ന് ഉയർത്താമോ? ഞങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രേസലോ ഹല്ലേലൂയ. ഈ കരമുയർത്തിൽ മാത്രം നിങ്ങൾ മുൻപോട്ടൊന്ന് വരാമോ? പ്രേസലോ ഹല്ലേലൂയ, മുൻപോട്ടൊന്ന് വരാമോ? നിങ്ങൾ മടിക്കാതെ നിങ്ങൾ മുൻപോട്ട് വരിക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് കരമുയർത്ത് മുന്നോട്ട് വന്നാട്ട് സൗരന്മാർ വന്നാട്ട് പ്രേസലോ ഇന്ന് പകൽക്കാലം ദൈവകരം നിങ്ങളുടെ മേൽ വയ്ക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവിടെ നിന്നാണ് പ്രേസലോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടാണ്. പ്രേസലോ ഹല്ലേലൂയ. അവിടെ നിൽക്കുന്ന സാർമാരും പ്രിയാക്കന്മാരൊക്കെ പുറകിലേക്ക് വരാമോ? ഒരു നിമിഷം പുറകിലേക്ക് കുഞ്ഞു ടീച്ചർമാർ നിങ്ങൾ മുന്നോട്ട് വന്നാട്ട് പ്രേസലോ പകൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാൻ പോവുക. വെളിയിൽ അംഗന്മാരൊക്കെ വന്ന് വന്നാട്ട് പ്രേസലോ പ്രാർത്ഥിക്കാൻ പോവുക. ഇന്ന് പകൽക്കാലം നമ്മളെ നടത്തിയ ഈ 4 ദിവസം VBS ഒരു നഷ്ടമല്ല. പ്രേസലോ ഹല്ലേലൂയ, പ്രേസലോ ഹല്ലേലൂയ. പ്രിയ സഹോദരൻ, നിങ്ങൾ കുറച്ച് അധ്വാനിച്ച നഷ്ടമല്ല, പണം മുടക്കിയ നഷ്ടമല്ല, കുറച്ച് ദിവസം നമ്മൾ പണിയില്ലാത്തവരായിട്ടല്ല. പ്രേസലോ ഇന്ന് പകൽക്കാലം പ്രേസലോ സ്വർഗ്ഗ ഞാൻ അടുത്തൊരു കാര്യം ചോദിച്ചോട്ടെ. അവസരം നൽകി തന്നാണ് യേശു ആദ്യ കൽപ്പനയായ ജനത്തിൽ സാക്ഷീകരിക്കുവാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ എനിക്ക് അടുത്തൊരു സാവകാശം നൽകി തന്നാൽ ഞാൻ യേശുവിനെ സ്നാനപ്പെടുന്ന തീരുമാനമെടുക്കുന്നത് നിങ്ങളുടെ കാര്യങ്ങൾ ഉയർത്താമോ? അടുത്ത നിമിഷം ഒരുപക്ഷെ നിങ്ങൾക്കുള്ളതല്ല. അതിന് മാസങ്ങൾ ദിവസങ്ങൾ മാറ്റിവെക്കാൻ അവസരമില്ല. ഒരുപക്ഷെ പോകുന്ന വഴിക്കായിരിക്കാം നമ്മുടെ അവസാനമെങ്കിൽ നമുക്ക് ഒരുപക്ഷെ അക്കരെ എത്തുവാൻ കഴിയത്തില്ല. അടുത്ത മാസമാകട്ടെ, അടുത്ത വർഷമാകട്ടെ, പ്രായമായതൊക്കെ ചിന്തിക്കുന്നെങ്കിൽ യേശുവായിട്ട് ഇടപെടുക്കാമോ? എനിക്ക് ഒരു അവസരം നൽകി തന്നാൽ ഞാൻ യേശുവിന്റെ ജനത്തിൽ സാക്ഷീകരിക്കാമോ? കുഞ്ഞുങ്ങൾ നിങ്ങൾ ദിവസം ദൈവ കൽപ്പന അനുസരിക്കുക. നിങ്ങൾ തയ്യാറാകുന്നെങ്കിൽ കാര്യങ്ങൾ കാത്തിട്ടാണ് അടുത്ത ഞാൻ നിങ്ങളുടെ ചോദ്യം ചോദിക്കുകയാണ്. യേശു എനിക്ക് നല്ലൊരു ജോലിയൊക്കെ നൽകി തന്ന, എനിക്ക് നല്ല വിദ്യാഭ്യാസം നൽകി തന്ന, ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ യേശു ക്രിസ്തുവിന്റെ കർത്താവേ ഹല്ലേലൂയ ഈ വചനം ചുമക്കുക, ഹല്ലേലൂയ ഒരു സുവിശേഷകനായി ഒരു സുവിശേഷകനായി തീരുവാൻ പൂർണ്ണ സമയം നിങ്ങളുടെ ജോലിയുടെ കൂട്ടത്തിൽ ജോലിയുടെ ബന്ധത്തിൽ ഹല്ലേലൂയ പൂർണ്ണ സമയം സുവിശേഷകനായി ഒരു ദൈവദാസനായി തീരുവാൻ ഒരു ദൈവദാസിയായി തീരുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഉയർത്താമോ? അടുത്തൊരു ചോദ്യത്തോട് ചോദിക്കുന്നത്, പൂർണ്ണസമയം ഞാൻ സുവിശേഷം ഒന്നും ചെയ്തില്ലെങ്കിലും എനിക്ക് ക്രിസ്ത്യന്റെ ജോലിയുടെ കൂടെ ഞാൻ യേശുവിനെ ഉയർത്തുവാനായിട്ട് എന്നെ ദൈവം ഏത് മേഖലയിൽ എത്തിച്ചാൽ ഏത് സാഹചര്യത്തിൽ എത്തിച്ചാൽ എന്നെ യേശുവിനെ ഉയർത്തുക, യേശുവിനെ സാക്ഷീകരിക്കുക. എന്നെ സ്നേഹിച്ച എന്നെ അറിയുന്ന യേശുവിനെ ഇന്ന് പകൽക്കാലം എന്റെ ജോലിയുടെ കൂടെ ഞാൻ യേശുവിനെ വേണ്ടി സുവിശേഷം പറയുന്നത് ആഗ്രഹിക്കുന്നത് മാത്രം നിങ്ങളുടെ കാര്യങ്ങൾ ഉയർത്തിക്കാണ്. ഒരു പാസ്സായി പോകാനായിട്ടല്ല പറയുന്നത്. നിങ്ങളുടെ ജോലിയുടെ കൂടെ എനിക്ക് യേശുവിനെ ഉയർത്തുക, യേശുവിനെ ഉയർത്തുന്നതിനായി തീരുക ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ചിന്തയോട് മാത്രം കാര്യങ്ങൾ ഉയർത്തിക്കാണ് ഞങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് പകൽക്കാലം കർത്താവേ ഈ കുഞ്ഞുങ്ങളുടെ തീരുമാനത്തിന് മേൽ ദൈവത്തിന്റെ കരം പറയണം. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം താഴ്ത്തിട്ടാണ് ഇന്ന് പകൽക്കാലം
ആരെങ്കിലും രോഗികളായിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ അടിപൊളി കരത്തിന്റെ ശക്തി അവിടെ പകരുവാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. കർത്താവിന്റെ കരത്തിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം ഈ കുഞ്ഞുങ്ങളെ എല്ലാം അനുഗ്രഹിക്കണമേ. അവർ ആവശ്യങ്ങൾ പ്രവർത്തിക്കണം. ദൈവ സഹായിക്കണമെന്ന് പറയണം. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ഒരു നിമിഷം കൂടെ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണമെന്ന് തീരുമാനമെടുത്തവർ മാത്രം ഞാൻ പറഞ്ഞ സത്യവാചകം നിങ്ങളെ ചെയ്യുവാനായിട്ട് യേശു ഞാൻ നിന്റെ മകനായി നിന്റെ മകളായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ നാടിന്റെ ജീവിതത്തിലുള്ള കുറവുകളെ ക്ഷണിക്കണമേ. ഒരു ദൈവവചനാക്കി എന്നെ തീർക്കണമേ. യേശു എനിക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്നു. 33 വയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ച് അനേകരെ സൗഖ്യമാക്കി മരിച്ചവരെ ഉയർപ്പിച്ചു. 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലതുഭാഗത്ത് എനിക്ക് വേണ്ടി ജീവിക്കുന്ന യേശുവിനെ ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറയും. നിന്റെ പ്രത്യക്ഷതയിൽ ഞാൻ കാണുമെന്ന് വിശ്വസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്വീകരിച്ച എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവകാലങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ തീരുമാനത്തെ കർത്താവ് അംഗീകരിച്ചതിനായി സ്തോത്രം. ദൈവ മക്കളാക്കിയവരെ തീർത്തതിനായി നന്ദി പറയുന്ന കർത്താവെ, സ്ഥാനപ്പെടുവാൻ തീരുമാനിച്ചവരെ ദൈവങ്ങളിലേക്ക് കൽപ്പിക്കുന്നു. കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാനുള്ള ദൈവകൃപ കർത്താവ് നൽകി അനുഗ്രഹിക്കണമേ. വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച എല്ലാ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്തു കർത്താവെ. ആ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. പിശാചവരെ തൊടാതെ നാളുകൾ ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി അവർ പ്രയോജനമുള്ളവരായി മാറുവാൻ കർത്താവ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ, സന്നിധിയിൽ സമർപ്പണത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും എല്ലാ പ്രിയമുള്ളവരെയും ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് ഒരു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒരു അനുഗ്രഹിക്കപ്പെടട്ടെ. ഒരു ഹല്ലേലൂയ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടട്ടെ. ഒരു മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഒരു ആവശ്യങ്ങളുടെ മേൽ എല്ലാ ദൈവത്തിന്റെ വലിയ അനുഗ്രഹങ്ങൾ പകർന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കേട്ട ദൈവവചനങ്ങൾ പാട്ടിലൂടെ, കഥകളിലൂടെ, മാജിക്കിലൂടെ, മറ്റ് ഇതര പ്രവർത്തനങ്ങളിലൂടെ, ക്ലാസുകളിലൂടെ ഒക്കെ ലഭിച്ച അങ്ങനെ ദൈവത്തിന്റെ വചനത്തിന്റെ വിത്തുകൾ അവരുടെ ഉള്ളിൽ 30, 60, 100 മേനിയായി ഫലം കൊടുക്കുവാൻ തക്കവണ്ണം ദൈവ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ഇവരെ മുദ്രയിൽ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി, ചെയ്തിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, ഹല്ലേലൂയ, ആത്മാവിൽ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. അത് കുടുംബമായിരിക്കുന്ന ശുശ്രൂഷകളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാമൂഹ്യനായി കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു. കൂടെ പ്രവർത്തിക്കുന്ന കമ്മിറ്റി അംഗങ്ങൾക്കായി സ്തോത്രം. എല്ലാവരും അനുഗ്രഹിക്കണമേ. അധ്യാപകരായി കടന്നു വന്ന എല്ലാ സഹോദരങ്ങളെ ദൈവങ്ങളെ ഏൽപ്പിക്കുന്നു. ഈ സഭയ്ക്കായി സ്തോത്രം ചെയ്യുന്ന സഭയിലുള്ള പ്രിയമുള്ളവർക്കായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇതിനുവേണ്ടി സാമ്പത്തികമായി ചെലവിട്ട എല്ലാവർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും വോളണ്ടിയർസായി പ്രവർത്തിച്ചവർക്കായി സ്തോത്രം. എല്ലാവരെയും പേരുപേരായി സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ഇപ്പൊ ബേബി ഇബ്രാഹിം ചമ്മനോട് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നത്. ചമ്മനോട് പ്രാർത്ഥിച്ച് നമ്മുടെ സെഷൻ നമ്മളോട് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാണ്ട് പോവുകയാണ്. മഹാകരുണയുള്ള ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട മധ്യാഹ്ന വേളയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കുഞ്ഞുങ്ങളാകുന്ന അടിയങ്ങൾ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഈ ദിവസം വരെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാനും കർത്താവേ, ഹല്ലേലൂയ, ബേബീസിൻ്റെ പല തലങ്ങളിൽ കൂടി ഇപ്പം നല്ല പാട്ടുകൾ, നല്ല പ്രോഗ്രാമുകളൊക്കെ അവതരിപ്പിക്കുവാനും അതിൽ പങ്കെടുക്കുവാനും ഞങ്ങളുടെ പല സഭകളിലായിരുന്ന, പല ഭവനങ്ങളിലായിരുന്ന എൻ്റെ കുഞ്ഞുങ്ങളെ ഈ സഭയിൽ കൂട്ടിക്കൊണ്ടുവന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്തു. കർത്താവേ, അതിന് നേതൃത്വം കൊടുത്ത നിന്റെ ദാസനെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സാവുജാനെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മറ്റു പലരുടെയും പേരായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഓരോരുത്തരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ,
നിങ്ങൾ ഇന്ന് ഇവിടെ കടന്നു വന്ന കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ, ദൈവത്തിന്റെ സന്നിധി വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറിപ്പോകുവാൻ അനുവദിക്കാതെ ഹല്ലേലൂയ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കടന്നുപോയി ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഹല്ലേലൂയ ദൈവത്തെ ഉയർത്തി കാണിക്കുന്നവരായി ദൈവനാമ മഹത്വത്തിന് വേണ്ടി ജീവിപ്പാൻ ഈ കുഞ്ഞുങ്ങളെ ഞങ്ങൾ മുദ്ര വെച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ശത്രു തൊടാതെ വണ്ണം, ദുഷ്ടൻ കാണാതെ വണ്ണം കർത്താവിന്റെ കരങ്ങൾ ഹല്ലേലൂയ ഞങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുകയാണ് കർത്താവേ. ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഇവരുടെ മാതാപിതാക്കളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ. ഇവർ എവിടെയായിരുന്നാലും ദൈവത്തിന്റെ ഹല്ലേലൂയ കാവലും പരിപാലനം ഉണ്ടായിരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പുതിയ തീരുമാനമെടുത്ത കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ദൈവനാമ മഹത്വത്തിന് വേണ്ടി അവരെ ശോഭിപ്പാൻ ദൈവം സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇങ്ങനെ ഒരു VBS ഞങ്ങളുടെ സഭയിൽ വെച്ച് നടത്തുവാൻ കർത്താവ് സ്വർഗ്ഗമൊരുക്കി തന്ന ഭാഗ്യത്തിനായി സ്തോത്രം കർത്താവേ. നാളെ കടന്നു വരുവാൻ കുഞ്ഞുങ്ങളെ കൂട്ടിക്കൊണ്ടുവരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആരംഭം മുതൽ അവസാന നിമിഷം വരെയും അപ്പത്തിന്റെ തിരുസാന്നിധ്യം കൊണ്ട് മറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇപ്പോൾ ഞങ്ങൾ കടന്നു പോകട്ടെ കത്തിരിയാത്ത സാന്നിധ്യം കൂടി സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. സകല യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുമ്പോൾ കൃപയുടെ കേൾക്കണം നല്ല പിതാവേ. ദൈവത്തിന്റെ കാവലും സംരക്ഷണവും കൂട്ടി നാം പ്രാർത്ഥിച്ച ഓരോ വിഷയം നടന്നുകൊണ്ട് VBSന്റെ മേൽ കർത്താവ് രണ്ടാമത്തെ വരലുണ്ടായിരിക്കുമാറാകട്ടെ. ഓക്കെ, നമുക്ക് മുദ്രാവാക്യം വിളിച്ചാലോ? ജയ് ജയ് VBS, ജയ് ജയ് VBS, ജയ് ജയ് യേശുവിൻ നാമം, ജയ് ജയ് യേശുവിൻ നാമം. കാൽവരിക്കുന്നിൽ കൊളുത്തിയ ദീപം, കാൽവരിക്കുന്നിൽ കൊളുത്തിയ ദീപം, ഇന്നും നാളെ കത്തും ദീപം, അടയാതെ ഞങ്ങൾ സൂക്ഷിക്കും, തലമുറ തലമുറ കൈമാറും. ജയ് ജയ് VBS, ജയ് ജയ് യേശുവിൻ നാമം. ബോലാ യേശു മസീഹ്, ബോലാ യേശു മസീഹ്. ഓക്കെ, നമ്മൾ ലേറ്റ് ആയല്ലോ, നമുക്കല്ല പോകാം. നാളെ രാവിലെ 8:30 എല്ലാവരും കടന്നു വരണം. നാളെ വീട്ടിൽ ചെന്ന് നേരത്തെ എല്ലാവരും കടന്നു വരണം, നേരത്തെ. നാളെ എല്ലാവർക്കും ഇവിടെ ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ആരും ഭക്ഷണം കൊണ്ടുവരണ്ട. ഇവിടെ നാളെ എല്ലാവർക്കും ഭക്ഷണം ഉണ്ടായിരിക്കും.